ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദീപാവലി കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്വീറ്റ് ബോക്സ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കടയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാതും കുറച്ച് ഏട്ടം കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ആർക്കും മധുരം വല്ലാതെ ഇഷ്ടമല്ല. അപ്പോൾ തോനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഒക്കെ കുറച്ചാണ്. ഈ ഒരു പെട്ടി മാത്രമാണ് കേട്ടോ നമുക്ക് 2 വീട്ടിലേക്കും പാടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ബൂസ്റ്റിൻ്റെ മൈസൂർ പാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് മൈസൂർ പാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വല്ലാതെ മധുരം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ തലവേദന എടുക്കും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാതും ഒന്ന് ടേസ്റ്റ് നോക്കി. അപ്പം ഇനി ഉച്ചയ്ക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. രാവിലത്തെയൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അച്ഛൻ കുറച്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തൊടിയിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തറവാട്ടേക്ക് കൊടുത്തിട്ട് ബാക്കിയാണ് ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം നിർത്തി വെച്ചിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പം ഇനി ഉച്ചയ്ക്കുള്ളത് തുടങ്ങുകയാണ്. ചോറും പിന്നെ ചെറുപയറും കൊണ്ടുള്ള ഒരു ഉപ്പേരിയും കൂടി രാവിലെ മോള് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പച്ചമുളക് എന്തായാലും വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പച്ചമുളക് നമ്മൾ മൂത്ത് വരുന്തോറും എരിവ് കൂടി വരുന്നുണ്ട്. പിന്നെ ഇന്ന് കറിയായിട്ട് വെക്കുന്നത് പനീറാണ്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളി ഒന്ന് തൊലി കളയാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. ഉള്ളി തൊലി കളയാനും കൂടി പറ്റുന്നില്ല, കത്തി മൂർച്ചല്ലാതെ. അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂർച്ച കൂട്ടിയതേ ഉള്ളൂ കേട്ടോ. ഞാൻ നല്ലോണം മൂർച്ച കൂട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ കയ്യും എന്തായാലും മുറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കിയതേ ഉള്ളൂ. ഏട്ടനാണെച്ചെങ്കിൽ ബ്ലേഡ് പോലെ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാനിതാ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് പിന്നെ പനീർ അതും തമിഴ്നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. ഒരു കടയ്ക്ക് വാങ്ങിയത് ബാക്കി ഉണ്ടായിരുന്നു, അങ്ങനെ കൊടുത്തിട്ട് വന്നതാണ്. ഇവിടുന്ന് വാങ്ങുന്നതാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഓരോ പീസായിട്ടാണ് കേട്ടോ കിട്ടുക. അവിടുന്ന് നല്ല കട്ടിയുള്ള കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തന്നെ അത് ഇതാക്കണം, അരിഞ്ഞ് സെറ്റാക്കണം കേട്ടോ. പിന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്ക് മുളകിൽ ഉപ്പൊക്കെ കയറ്റി സെറ്റാക്കി വെക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ചട്ടി ചൂടായി. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ പനീർ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ ഞാൻ പനീർ കറി വയ്ക്കുമ്പോൾ ഉള്ളി ആദ്യം ഒന്ന് വാട്ടിട്ടോ. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, മല്ലിയിലയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് നമ്മുടെ ദോശയ്ക്കൊക്കെ ചമ്മന്തി ഉണ്ടാക്കില്ലേ, അതുപോലെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നല്ലപോലെ വാടിയപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചു. അപ്പോഴേക്കും ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ ചന്തയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പോയപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി വെച്ചു. അപ്പോൾ വന്നപ്പോഴേക്ക് പച്ചക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ആദ്യം തന്നെ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ. എനിക്കിത് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എടുത്തു വയ്ക്കണം. അപ്പോൾ അവിടേക്ക് ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാനിത് അരയ്ക്കാൻ വേണ്ടി നിന്നു. അരച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് പിന്നെ ഉപ്പുണ്ടോ നോക്കിട്ടോ. നമ്മുടെ പനീറിൽ ചെറുതായിട്ടൊരു ഉപ്പുള്ള പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറിയിൽ നോക്കുമ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നമ്മുടെ പനീർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വെള്ളം വറ്റുന്നവരെ വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കറിയില്ലാത്ത പോലെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും മുകളിൽ കൂടെ ഒന്ന് തൂവി കൊടുക്കും കൂടി ചെയ്തു. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി. പിന്നെ 2-3 പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് നടുക മുറിച്ചിട്ട് അങ്ങനെ കാച്ചിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാനും ഏട്ടന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഇളേച്ചി കറിയും കൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ മോര് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കൂടി വറുത്തെടുത്തപ്പോൾ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു കേട്ടോ. അത് കഴുകി വെച്ച് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയായി. അപ്പോൾ അങ്ങനെ പനീർ കറി ഉണ്ട്. പിന്നെ മുളക് വറുത്തതും പപ്പടം കാച്ചിയതും പിന്നെ തറവാട്ടിൽ നിന്ന് നല്ല മോര് കറി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപയർ ഉപ്പേരി. അപ്പോൾ അത്രയാണ് കേട്ടോ ഒന്ന് ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ പോയി നോക്കുമ്പോൾ 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ.